ജിബൂട്ടി എന്ന ആഫ്രിക്കൻ രാജ്യത്തിന്റെ തലസ്ഥാനമായ ജിബൂട്ടി സിറ്റിയിൽ നിന്നും ഇന്ന് രാവിലെ ആരംഭിച്ച യാത്രയാണിത്. ജിബൂട്ടിയിലെ നിരവധിയായ അവികസിത ഗ്രാമങ്ങൾ പിന്നിട്ടുള്ള ദീർഘമായ യാത്ര. ലേക്ക് അബ്ബെ എന്ന ഒരു പ്രകൃതി പ്രതിഭാസം കാണാനാണ് പോകുന്നത്. ഇതിനകം പല ഗ്രാമങ്ങൾ പിന്നിട്ടു. പ്രാകൃതമായ ജീവിതങ്ങൾ കണ്ടു. അവികസിതമായ ആഫ്രിക്ക കാണാനാണ് ആളുകൾ ഇവിടേക്കെത്തുന്നത്. ഇന്നാടിന്റെ 1000 വർഷം മുൻപുണ്ടായിരുന്ന തരം ജീവിതം ഈ യാത്രയിൽ കാണാം. കുത്തബൂയ എന്ന ഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഗ്രാമത്തിന്റെ ഒരു ഭാഗത്ത് ഒരു സ്കൂളും വാട്ടർ ടാങ്കും ഏതാനും ഗവൺമെന്റ് കെട്ടിടങ്ങളുമെല്ലാമുണ്ട്. ആ പ്രദേശം പിന്നിടുന്നതോടെ ഒരു ഖബർസ്ഥാന്റെ കാഴ്ചയിലേക്ക് എത്തുന്നു. അത് കഴിയുന്നതോടെ കുത്തബൂയയുടെ തനതായ ഗ്രാമക്കാഴ്ചയിലേക്കാണ് എത്തുന്നത്. മുൾവേലികളും കൊട്ടകമഴ്ത്തി വെച്ചതുപോലുള്ള വീടുകളുമെല്ലാമുള്ള ഗ്രാമഭാഗം. ആ ഗ്രാമത്തിലേക്ക് വണ്ടി വിടാൻ ഞാൻ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ വാഹനം കണ്ട് ഗ്രാമീണർ കൗതുകത്തോടെ അടുത്തുവരുന്നു. കുട്ടികളുടെ വലിയ സംഘം തന്നെയുണ്ട്. സ്കൂളിൽ നിന്നും മടങ്ങിയവരുണ്ട്. സ്കൂളിൽ പോകാത്തവരുമുണ്ട്. ഇതാണ് ഇവിടുത്തെ പാരമ്പര്യ ശൈലിയിലുള്ള വീടുകളിലൊന്ന്. ഒരു വലിയ കൊട്ട കമിഴ്ത്തി വെച്ചതുപോലുണ്ട്. അതിനു സമീപം മരക്കമ്പുകൾ കൊണ്ടുണ്ടാക്കിയ ആട്ടിൻകൂട്. വീടിനകത്തുനിന്നും ഒരു സ്ത്രീ കുട്ടിയുമായി ഇറങ്ങി വന്നിരിക്കുന്നു. അഫാർ ഗോത്രക്കാരുടെ ഗ്രാമമാണിത്. ചില കുട്ടികൾ ക്യാമറ കണ്ട് അടുത്തുകൂടുന്നു. മറ്റു ചിലർ ഓടി അകലുന്നു. ഒരു വീടിന്റെ വാതിൽക്കൽ ഇദ്രിസ് ഇരിപ്പുണ്ട്. അയാൾ എന്നെ ക്ഷണിച്ചു. കുടിലിനകത്ത് കയറാനുള്ള അനുവാദം ഇദ്രിസ് വാങ്ങിയിരിക്കുന്നു. അകത്തേക്ക് കയറിക്കൊള്ളാൻ അയാൾ എന്നോട് പറഞ്ഞു. ഇദ്രിസിനോട് ആദ്യം കയറാൻ ഞാനും ആവശ്യപ്പെട്ടു. ഇദ്രിസ് ഞെരുങ്ങിക്കയറി. പിന്നാലെ ഞാനും ഒരു തരത്തിൽ അകത്തു കയറി. ഒരു വള്ളിക്കൊട്ടയ്ക്കകത്ത് കയറിയതുപോലെയുണ്ട്. ഇതിനകത്ത് ആളുകൾ ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് കയറി വരിക. ഭാര്യയും മക്കളുമൊത്ത് കുടുംബനാഥൻ ഉറങ്ങാൻ കിടക്കുക ഇവിടെയാണ്. കുടുംബത്തിലെ മുതിർന്ന മറ്റു പുരുഷന്മാർ പുറത്തെവിടെയോ ഉറങ്ങുന്നതാണ് പതിവ്. ഒരു മൂലയ്ക്ക് അടുപ്പ്. കുടിലിന് മേലേക്ക് തീ പടരാതിരിക്കാൻ അടുപ്പിനോട് ചേർന്ന് തകര ഷീറ്റ് കുത്തി നിർത്തിയിരിക്കുന്നു. നേരത്തെ അവിടെ മണ്ണു കുഴച്ചു കെട്ടുകയായിരുന്നു പതിവത്രേ. ഖാട്ട് ചവച്ചുകൊണ്ട് ഇദ്രീസ് അതെല്ലാം വിവരിച്ചു തന്നു. അല്പം കഴിഞ്ഞപ്പോൾ മമാക്കിയും കുടിലിലേക്ക് നിരങ്ങിക്കയറി വന്നു. മമാക്കിക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നത്. ഇപ്പോഴും ഇത്തരമൊരു ഗ്രാമത്തിൽ വസിക്കുന്നയാളാണ് മമാക്കി. ആടിന്റെയും ഒട്ടകത്തിന്റെയും പാലാണ് ഇവരുടെ ഒരു പ്രധാന ഉൽപ്പന്നം. അത് തൈരാക്കി കുടിലിൽ സൂക്ഷിച്ചിരിക്കും. കുടുംബത്തിനുള്ള ഭക്ഷണം പാകം ചെയ്യുക ഇവിടെയാണ്. സ്ത്രീകൾ പ്രസവിച്ചു കിടക്കുന്നതും കുട്ടികളെ ഉറക്കുന്നതുമെല്ലാം ഈ കുടിലിൽ തന്നെ. ഈ സ്ത്രീയുടേതാണ് വീട്. അവരോട് ചില വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഇദ്രിസ്. അവർക്ക് കുറച്ചു പണം നൽകിയിട്ടുണ്ട് ഇദ്രിസ്. അതുകൊണ്ടാണ് വീടിനകത്തേക്ക് കയറാൻ അനുവദിച്ചത്. നൂറുകണക്കിന് വർഷങ്ങളായി അഫാർ ഗോത്രക്കാർ മരുഭൂമിയിൽ വസിച്ചു വന്നത് ഇത്തരം വീടുകളിലാണ്. ആ കുടിലിനകത്തുനിന്നും ഇദ്രിസും മമാക്കിയും പിന്നാലെ ഞാനും പുറത്തേക്ക് നൂണ്ടിറങ്ങി. ഒരു പെൺകുട്ടി വന്ന് എന്നെയും ക്യാമറയെയും കൗതുകപൂർവ്വം വീക്ഷിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള തരം തഴപ്പായ പോലൊരു സംഗതി കൊണ്ടാണ് കുടിൽ മേഞ്ഞിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള പല പായകൾ. ഈ പായ മേഞ്ഞതിനാൽ കുടിലിനുള്ളിൽ സുഖകരമായ തണുപ്പായിരിക്കും എപ്പോഴും. ഒരു കൊട്ടയുമായി ഇദ്രിസ് വന്നു. ഇത്തരത്തിൽ പ്രത്യേക രീതിയിൽ നെയ്തെടുത്ത കൊട്ടയിലാണ് ഇവർ വെള്ളവും പാലുമെല്ലാം സൂക്ഷിക്കുന്നത്. കൊട്ടയിൽ നിന്നും വെള്ളം ചോർന്നു പോകില്ലേ എന്ന് എനിക്ക് സംശയമായി. വട്ടക്കൊട്ടയിൽ വെള്ളം കോരുക എന്നൊരു പ്രയോഗം തന്നെയുണ്ടല്ലോ നമുക്ക്. ഇദ്രിസ് എന്നെ മറ്റൊരു കുടിലിനടുത്തേക്ക് നയിച്ചു. കൈവശമുള്ള പാത്രം എനിക്ക് വേണ്ടി വാങ്ങിയതാണ്. കുട്ടക്കുടിലിൽ നിന്നും ആടുകൾ ഇറങ്ങി വരുന്നു.
ആ കുടിലിന്റെ വാതിൽ പൊത്തിലൂടെ അകത്തേക്ക് എന്തോ വിളിച്ചു പറഞ്ഞു ഇദ്രീസ്. കുടിലിനകത്ത് ഒരു സ്ത്രീയുണ്ട്. അവർ പുറത്തേക്കിറങ്ങുന്നില്ല. അവിടെ ഉപയോഗത്തിലിരിക്കുന്ന ഒരു കുട്ട ഇദ്രീസ് വാങ്ങിക്കൊണ്ടുവന്നു. ഈ പാത്രത്തിലാണ് ഒട്ടകത്തിന്റെയും ആടിന്റെയും പാൽ സൂക്ഷിക്കുന്നത്. ഇതിൽ നിന്നും ഒരു തുള്ളി പോലും ചോർന്നു പോകില്ല. വർഷങ്ങളായി ഉപയോഗിക്കുന്ന കൊട്ടയാണത്രേ. ഈ കൊട്ടപ്പാത്രം പ്രധാനമായും പാൽ സൂക്ഷിക്കാനുള്ളതാണ്. വിറക് കമ്പുകൊണ്ട് എന്തോ പ്രയോഗമുണ്ടെന്നാണ് ഇദ്രീസ് പറയുന്നത്. പുകയേൽപ്പിക്കുകയോ മറ്റോ ആണ്. ഇദ്രീസ് അത് വിവരിച്ചു തന്നത് എനിക്ക് പൂർണ്ണമായും മനസ്സിലായില്ല. ചില നാരുകൾ കൊണ്ട് നെയ്തെടുക്കുന്ന കൊട്ടയാണ്. നൂറ്റാണ്ടുകളായി ഇത്തരം ഗ്രാമീണർ വെള്ളവും പാലും തൈരും സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കൊട്ട. കുടിലിൽ പല സ്ത്രീകളുണ്ട്, കുറേയേറെ കുട്ടികളും. ബഹുഭാര്യാത്വം സർവ്വസാധാരണമാണ് ഈ ഗ്രാമങ്ങളിലെല്ലാം. ഒരു ഗൃഹനാഥന് അടുത്തടുത്തായി ഇത്തരം പല കുടിലുകളുണ്ടാവും. ഓരോന്നിലും ഓരോ ഭാര്യയും അവരുടെ കുഞ്ഞുങ്ങളുമാണ് വസിക്കുക. ഒരു പുരുഷന് 10-ലേറെ കുട്ടികളുമുണ്ടാവും. ഈ പെൺകുട്ടിയാണ് ഞാൻ ഇവിടെ കണ്ട ഏറ്റവും ധൈര്യശാലി. അവൾ എന്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഇടയ്ക്കിടെ പോസ് ചെയ്യും. ഭാവിയിൽ ക്യാമറയ്ക്ക് മുന്നിൽ വിലസുന്നയാളായി അവൾ മാറില്ലെന്ന് ആര് കണ്ടു? ഗ്രാമത്തിലെ ആളുകളെല്ലാം ഒത്തുകൂടിയിട്ടുണ്ട്. ഇദ്രീസ് ആദ്യം തന്നെ ഇവിടുത്തെ ഗ്രാമമുഖ്യന് അല്പം പണം ഓഫർ ചെയ്തതുകൊണ്ടാണ് ഇതിലെ ഇങ്ങനെ സ്വതന്ത്രമായി നടക്കാനും ഷൂട്ട് ചെയ്യാനും സമ്മതിച്ചത്. ക്യാമറയുമായി വരുന്നവരെ കല്ലെറിഞ്ഞോടിക്കുകയാണ് ഗ്രാമവാസികളുടെ പതിവ്. നല്ല കാറ്റടിക്കുന്നുണ്ട്. സന്ധ്യയാവുന്നതോടെ തണുത്ത കാറ്റാണ് വീശിയടിക്കുക. എല്ലാ വീടുകളോടും അനുബന്ധിച്ചുണ്ടാവും കാട്ടുകമ്പുകൾ കൊണ്ട് നിർമ്മിച്ച ഇത്തരമൊരു കുടിൽ. ആടിനെ സൂക്ഷിക്കുന്ന ഇടമാണ്. വെയിലേൽക്കാതെയും മരുക്കുറുക്കൻ പിടിക്കാതെയും ആടിനെ സൂക്ഷിക്കുന്നത് ഇത്തരം കൂട്ടിലാണ്. പുൽത്തുണ്ടുകളും അല്പം വെള്ളവും കൂട്ടിലുണ്ട്. ഓരോ വീട്ടുകാർക്കും 10-15 ആടുകളുണ്ട്. ഇവൾ എന്റെ കൂടെ തന്നെയുണ്ട്. ക്യാമറയുടെ മുന്നിൽ നിന്നും മാറാൻ ഒരുക്കമല്ല. ഞാൻ അടുത്ത വീടുകളുടെ സമീപത്തേക്ക് നടന്നു. ഇത് മറ്റൊരു വീടിന്റെ ആട്ടിൻകൂടാണ്. ഗ്രാമത്തിലുള്ളവരുടെ പ്രധാന ഉപജീവന മാർഗവും ആടുവളർത്തൽ തന്നെ. തൊട്ടടുത്തു തന്നെ മറ്റൊരു കുട്ടക്കുടിൽ. എല്ലാം ഇത്തരത്തിൽ പായ്മേഞ്ഞ വീടുകളാണ്. അഫാർ ഗോത്രക്കാരുടെ പരമ്പരാഗത വീട്. ഇത്തരം 100-ലേറെ കുടിലുകളുണ്ട് ഈ കുത്തബൂയ ഗ്രാമത്തിൽ. പുരുഷമേധാവിത്വം നിലനിൽക്കുന്ന സമൂഹമാണ് അഫാറികളുടേത്. പ്രായപൂർത്തിയാവും മുൻപ് ഇവിടുത്തെ ആൺകുട്ടികളും പെൺകുട്ടികളും ഛേദനാകർമ്മത്തിന് വിധേയരാകുന്നു. പെൺകുട്ടികളുടെ ഛേലാകർമ്മം അവസാനിപ്പിക്കുന്നതിനായി അഫാർ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിദേശ സന്നദ്ധ സംഘടനകൾ നടത്തിവരുന്ന പ്രവർത്തനങ്ങളൊന്നും വിജയം കണ്ടിട്ടില്ല. പരമ്പരാഗതമായ ആ ആചാരത്തിൽ നിന്നും പിന്മാറാൻ ഗോത്രഗ്രാമങ്ങളിലുള്ളവർ തയ്യാറാവുകയുമില്ല. പുരുഷന് വഴങ്ങി സ്ത്രീകൾ ജീവിച്ചുകൊള്ളണമെന്നതാണ് ഇവിടുത്തെ നിയമം. പുരുഷന്മാർ തങ്ങളുടെ ഭാര്യമാരെ ഭീകരമായി മർദ്ദിക്കുന്നത് ഇത്തരം ഗ്രാമങ്ങളിലെല്ലാം പതിവാണെന്നതാണ് മറ്റൊരു വസ്തുത. ഇവിടെ പുതിയൊരു കുടിലിന്റെ പണി നടക്കുന്നുണ്ട്. ചുള്ളിക്കമ്പുകൾ വളച്ചുകെട്ടി ആദ്യം ഫ്രെയിം ഉണ്ടാക്കുന്നു. അതിന്മേൽ നെയ്തെടുത്ത പായകൾ കൊണ്ട് പൊതിയും. പായകൾ പരസ്പരം കൂട്ടിത്തുന്നി ഉറപ്പിക്കുന്നതോടെ വീട് നിർമ്മാണം പൂർത്തിയാവുന്നു. ഞങ്ങളുടെ വാഹനത്തിനു ചുറ്റും വലിയൊരു സംഘം തന്നെയുണ്ട്. അവരെ മാറ്റി നിർത്താനാണ് ഇദ്രിസും മമാക്കിയും പാടുപെടുന്നത്. ഗ്രാമത്തിലെ കുട്ടികളോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ സഞ്ചാരം തുടർന്നു. കുറേ ദൂരം കുട്ടികൾ ഞങ്ങളുടെ വാഹനത്തിന് പിന്നാലെ ഓടി, റോക്കറ്റിന്റെ വാൽപ്പുക പോലെ. ഒരു പുൽനാമ്പ് പോലും വളരാത്ത മണൽപ്പരപ്പിൽ ഒരു ഗോത്രഗ്രാമം. ആഫ്രിക്കയിലെ ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിൽ ഒന്നു മാത്രമാണിത്. ഇവിടെയും ജനനവും മരണവും ജീവിതവുമുണ്ട്. വിവാഹവും ഗോത്ര ആഘോഷങ്ങളുമുണ്ട്. പുരോഗതിയിൽ നിന്നെല്ലാം ഏറെ അകന്ന് പുറം ലോകത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലാതെ ഇവിടെയെല്ലാം ആളുകൾ വസിക്കുന്നു.
ഇതൊരു താൽക്കാലിക വാസയിടമല്ല എന്നറിയണം. നൂറ്റാണ്ടുകളായി മനുഷ്യർ വസിച്ചുവരുന്ന ഗ്രാമമാണ്. സന്തോഷവും ദുഃഖവും വേർപാടിന്റെ വേദനയും ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളുമെല്ലാം ഉള്ളവരാണ് ഈ ഗ്രാമത്തിലെയും മനുഷ്യർ. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ മനുഷ്യർ ജീവിക്കുന്നതിനെപ്പറ്റി കേരളത്തിൽ വസിക്കുന്ന നമ്മൾ ചിന്തിക്കാറില്ല. ഇത്തരം യാത്രകൾ കണ്ണു തുറപ്പിക്കുന്നതാണ്. രാവിലെ ഞങ്ങൾ കണ്ട ടൂറിസ്റ്റുകളുടെ ഒരു വാഹനമാണത്. അവരും ഞങ്ങൾ പോകുന്ന വഴിയിലൂടെ തന്നെയാണ് നീങ്ങുന്നത്. ഇവിടെ പാത തെറ്റിപ്പോകാതിരിക്കാൻ ഇരുവശത്തും കല്ലുകൾ നിരത്തിവെച്ചിട്ടുണ്ട്. ഈ വഴി ഇങ്ങനെ നന്നാക്കിയിടുന്ന ജോലി ഇവിടുത്തെ ഗ്രാമീണരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കുറച്ചു കഴിയുന്നതോടെ ചക്രച്ചാലുകളുള്ള ഒരു ഭാഗത്തേക്ക് എത്തുകയായി. വിശാല മരുഭൂമിക്ക് നടുവിലൂടെയുള്ള ദീർഘയാത്ര ഒട്ടൊക്കെ വിരസമാണ്. അതിനാൽ അത് മുഴുവനായും കാണിക്കുന്നില്ല. ഈ ഭൂപ്രകൃതി പോലെ തന്നെ പരുക്കൻ ഭാവമുള്ളവരാണ് ഇവിടുത്തെ മനുഷ്യരും. പരുക്കൻ രീതികളുള്ള ഗോത്രവിഭാഗമാണ് അഫാറുകൾ. മറ്റു ഗോത്രങ്ങളുമായി രക്തരൂക്ഷിത പോരാട്ടങ്ങളിൽ ഏർപ്പെടുന്നവർ. ജിബൂട്ടിയിലും എത്യോപ്യയിലും സൊമാലി വിഭാഗക്കാരാണ് അഫാറികളുടെ മുഖ്യ ശത്രുക്കൾ. 18-19 നൂറ്റാണ്ടുകളിൽ ഔസ എന്നൊരു സുൽത്താനേറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. ഇന്നത്തെ എത്യോപ്യ, എറിത്രിയ, ജിബൂട്ടി എന്നിവിടങ്ങളിലെ അഫാർ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു സാമ്രാജ്യമായിരുന്നു അത്. അക്കാലത്തും അവരുടെ മുഖ്യ ശത്രുക്കൾ സൊമാലികളായിരുന്നു. ആഫ്രിക്കയുടെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വംശീയ സംഘടനകളിൽ പലതും അഫാറുകളും സൊമാലികളും തമ്മിലുള്ളതായിരുന്നു. ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘടനം ഉണ്ടാവുമ്പോഴും മറ്റും തീർത്തും മനുഷ്യത്വരഹിതമായാണ് അവർ പെരുമാറുക. മരുഭൂമിയിലെ ഒരു മലമ്പ്രദേശത്തുകൂടിയാണ് കടന്നുപോകുന്നത്. ജിബൂട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കുള്ള പാത. ജിബൂട്ടിയിലെ ഗ്രാമീണ പാതകൾ മിക്കതും ഈ വിധമാണ്. ഇതിലെ ഒന്നും അധികം വാഹനങ്ങൾ കടന്നു പോകാനില്ല താനും. ചിലയിടത്തെത്തുമ്പോൾ ഇത് റോഡ് തന്നെയാണോ എന്ന് സംശയിച്ചു പോകും വിധം മൺതിട്ടകളിലൂടെയെല്ലാമാണ് പോകുന്നത്. ഒരു കുന്നിറങ്ങി. വഴി ഒരു സങ്കല്പം മാത്രമാണിവിടെ. മറ്റു വാഹനങ്ങൾ പോയ ചക്രച്ചാലുകൾ മുന്നിലുണ്ടെന്ന് മാത്രം. ലേക്ക് അബ്ബയോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇദ്രിസ് പറയുന്നുണ്ട്. ഞങ്ങളുടെ മുൻപേ പോയ വാഹനങ്ങൾ ഒരിടത്ത് നിർത്തിയിട്ട് ആളുകൾ ഇറങ്ങിയിരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടായതാണോ എന്ന് ഞങ്ങൾക്ക് സംശയമായി. ഇത് ടൂറിസ്റ്റുകളുടെ ഒരു സ്ഥിരം സ്റ്റോപ്പാണത്രേ. ലേക്ക് അബ്ബയിലേക്ക് പോകുന്നവർ ഇവിടെയൊന്ന് നിർത്തും. വാക്കിംഗ് സ്റ്റിക്കും ക്യാമറയുമെല്ലാമായാണ് സായിപ്പുമാർ ഇറങ്ങുന്നത്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. എന്നോട് പിന്നാലെ വന്നോളാൻ പറഞ്ഞ് മമാക്കി മുൻപേ നടന്നു. ഞാനും കുന്നുകയറി നടത്തം തുടങ്ങി. കുട്ടികളുമെല്ലാമായാണ് സായിപ്പുമാർ വന്നിരിക്കുന്നത്. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഞങ്ങളുടെ വാഹനത്തിൽ നിന്നും സുരേഷും ഇറങ്ങി വന്നു. എല്ലാവരും ഒരു ജാഥയെന്നോണം മലകയറ്റം തുടങ്ങി. ശക്തമായ കാറ്റാണ്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും വടികുത്തി കയറി വരുന്നു. കറുത്ത മലകളുടെ ഞൊറിവുകൾ. മലയുടെ മുകളിലേക്കെത്തി. ഇവിടെ നിൽക്കുമ്പോൾ കാറ്റിന്റെ ശക്തി അറിയാം. ആളുകളെ പറത്തിക്കൊണ്ടു പോവുമെന്ന് തോന്നും. ആളുകൾ ഏതോ ഒരു കാഴ്ചയിലേക്കാണ് ദൃഷ്ടി ഊന്നുന്നത്. ഒരു കുന്നിന്റെ വക്കിലേക്ക് മമാക്കി എന്നെ കൂട്ടിക്കൊണ്ടുപോയി. മറ്റു വാഹനങ്ങളിലുള്ള തദ്ദേശീയർ മമാക്കിയുടെ പരിചയക്കാരാണ്. ഞാൻ കുന്നിന്റെ നെറുകയിലേക്ക് ചെന്നു.
മുന്നോട്ടു നോക്കുമ്പോൾ ഇതാണ് കാഴ്ച. അങ്ങകലെ തലയുയർത്തി നിൽക്കുന്ന ലൈംസ്റ്റോൺ ചിമ്മിനികൾ. നിരന്നു നിൽക്കുന്ന ആ ശിലാരൂപങ്ങൾക്കപ്പുറമാണ് ലേക്ക് അബ്ബെ. പണ്ട് അതൊരു അഗ്നിപർവ്വത മുഖമായിരുന്നു. ആ മുഖത്ത് ലാവയുടെ അവശേഷിപ്പുകൾ ഇപ്പോഴും ആവി ഉയർത്തുന്നത് കാണാം. ലൈംസ്റ്റോൺ ചിമ്മിനികൾ നിഴൽ രൂപങ്ങളായി അവയെങ്ങനെ നിൽക്കുന്നു. അത്ഭുതകരമായ ഭൗമപ്രതിഭാസങ്ങളാണ് ആ പ്രദേശത്തുള്ളത്. ഇവിടെ നിന്ന് കാണുമ്പോൾ അതിന്റെ പ്രത്യേകതകളൊന്നും മനസ്സിലാക്കാനാവില്ല. വലിയൊരു വോൾക്കാനിക് ക്രേറ്ററാണത്. ഞങ്ങൾ നിൽക്കുന്നത് അതിന്റെ ഒരു വക്കിലാണ്. ആളുകൾ അവിടെ നിന്ന് സെൽഫി എടുക്കുന്നു. ഒരു കാലത്ത് ലാവ തിളച്ചുമറിഞ്ഞിരുന്ന അഗ്നിപർവ്വത മുഖത്താണ് നിൽക്കുന്നതെന്ന് ഇപ്പോൾ അവരൊന്നും ഓർക്കുന്നുണ്ടാവില്ല. മലകളുടെ ഞൊറിവുകളും മടക്കുകളുമായി നിലകൊള്ളുന്ന ഈ പ്രദേശം പ്രകൃതിയുടെ നാടകങ്ങൾ ഏറെ കണ്ടതാണ്. ഞങ്ങൾ തിരികെ വാഹനത്തിലേക്ക് നടന്നു. ഇത്തരം SUV-കളെ ഈ ഭാഗത്തേക്ക് വരികയുള്ളൂ. സീസണിൽ ധാരാളം ടൂറിസ്റ്റുകളെത്തുന്ന സ്ഥലമാണ് ഇവിടമൊക്കെ. ഇത് ശരിക്കും ടൂറിസ്റ്റ് സീസൺ തന്നെയാണ് ഇവിടെ. ചില ദിവസങ്ങളിൽ 10ഉം 20ഉം വാഹനങ്ങൾ വരും. ഇവർക്കെപ്പോഴും ഘാട്ട് ചവയ്ക്കണം. ഘാട്ട് ചവച്ചുകൊണ്ട് ഇദ്രീസ് വാഹനത്തിലേക്കു കയറി. മറ്റുള്ളവർ പുറപ്പെടുന്നതിന് മുൻപേ തന്നെ ഞങ്ങൾ യാത്ര തുടർന്നു. ഒരു മലയിടുക്കിലൂടെ വേണം ഇനി കുറച്ചു ദൂരം പോകാൻ. പണ്ടെങ്ങോ ഒരു നീർച്ചാൽ ഒഴുകിയിരുന്നിടത്തു കൂടിയാണ് വണ്ടി പോകുന്നത്. വശങ്ങളിൽ പൊട്ടിത്തകർന്നു കിടക്കുന്ന ലാവപ്പാറകൾ. ഈ പ്രദേശത്തെ ഭൂമിയുടെ ഘടന തന്നെ ഇവിടെ കണ്ടറിയാം. അക്കാണുന്നത് ഉപ്പുപാറകളാണ്. ജിബൂട്ടിയുടെ എത്യോപ്യയോട് ചേർന്നു കിടക്കുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം. ലേക്ക് അബ്ബെ ശരിക്കും ഒരു ഉപ്പ് തടാകമാണ്. അതിനോടടുത്ത ഭാഗത്ത് ജലാശയത്തിന്റെ സൂചന പോലെ പുൽമേടുകൾ. അതിൽ കഴുതകൾ മേഞ്ഞു നടക്കുന്നത് കാണാം. ഗ്രാമീണർ വെള്ളം കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന കഴുതകളാണ്. ഇവിടെ പച്ചപ്പുള്ളിടത്ത് ചില ജീവികൾ ഉണ്ടാവുമെന്നും ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാമെന്നും ഇദ്രീസ് പറയുന്നുണ്ട്. ഞാനും പുൽമേട്ടിൽ ജീവികളെ പരതി തുടങ്ങി. അപ്പോഴാണ് ഈ പക്ഷിയെ കാണുന്നത്. ഒരു ഈജിപ്ഷ്യൻ ഗൂസ്. വാത്ത, താറാവ്, അരയന്നം എന്നിവയൊക്കെ ഉൾപ്പെടുന്ന അനാറ്റൈഡെ ഫാമിലിയിലെ അംഗമാണിത്. ആഫ്രിക്കയിൽ നൈൽ തടങ്ങളിലും സഹാറയിലുമെല്ലാം ധാരാളമായി കണ്ടുവരുന്ന പക്ഷി. മറ്റൊരു കൂട്ടരുമുണ്ട് ഇവിടെ. ഒരുതരം കാട്ടുപന്നി. ഡെസേർട്ട് വാർത്തോഗ് എന്നാണ് യഥാർത്ഥ പേര്. ഇങ്ങനെ പല പക്ഷിമൃഗാദികൾ ഉണ്ടാവാറുണ്ട് ലേക്ക് അബ്ബെയുടെ തീരങ്ങളിൽ. ഡെസേർട്ട് വാർത്തോഗിന്റെ കൂടെ കുഞ്ഞുമുണ്ട്. അതിനെ ശരിക്കും കാണാനാവുന്നില്ല. വലിയ തേറ്റകളാണ് വാർത്തോഗിന്റേത്. ഞങ്ങൾ മുന്നോട്ടു നീങ്ങി. ഇടയ്ക്കിടെ ആളുകൾ കടന്നുപോകുന്നു. കയ്യിലൊരു വടിയുമായാണ് ഗോത്രഗ്രാമങ്ങളിലെ ആളുകൾ ഇതിലെ നടക്കുക. പന്നിയെ പേടിപ്പിക്കാനുള്ള ആയുധമാകാം. ധാരാളം ചൂട് നീരുറവുകളുള്ള പ്രദേശമാണ് ലേക്ക് അബ്ബെ. ഗന്ധകം ഉൾപ്പെടെയുള്ള രാസപദാർത്ഥങ്ങൾ ഭൂമിക്കടിയിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ഒരു കാലത്ത് അഗ്നിപർവ്വത മുഖമായിരുന്ന ഭാഗത്തുകൂടിയാണ് വണ്ടി ഓടുന്നത്. ഇപ്പോൾ ലൈംസ്റ്റോൺ ചിമ്മിനികൾ ധാരാളമായുള്ള ഒരു ഭാഗത്തേക്ക് എത്തുകയായി. പ്രശസ്തമായ പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ് എന്ന സിനിമ ചിത്രീകരിച്ചത് ഈ ഭാഗത്താണ്. ഏതോ ഒരു അന്യഗ്രഹത്തിന്റെ പ്രതലം പോലുണ്ടിവിടം. അതുതന്നെയാണ് ആ സിനിമയുടെ ചിത്രീകരണത്തിന് ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ കാരണം. ഇതെല്ലാം ലൈംസ്റ്റോൺ ചിമ്മിനികളാണ്. ഞങ്ങൾ വണ്ടിയിൽ നിന്നിറങ്ങി. മറ്റേതോ ഒരു ഗ്രഹത്തിൽ ചെന്നിറങ്ങിയ അനുഭവം. ചന്ദ്രോപരിതലത്തിലാണ് നിൽക്കുന്നതെന്നു പോലും ഒരു വേള തോന്നിപ്പോകും. പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ് പോലുള്ള സിനിമകൾക്ക് പറ്റിയ ലൊക്കേഷൻ തന്നെ. ഡനാക്കിൽ ഡിപ്രഷനിൽ കണ്ടത് മറ്റൊരു ലോകമായിരുന്നു.
ഗ്രാൻഡ് കനിയനിൽ വേറൊരു ലോകം. ഇവിടെ ഇതാ വ്യത്യസ്തമായ മറ്റൊരു ലോകം. നേർത്ത മൂടൽമഞ്ഞും പൊടിക്കാറ്റുമെല്ലാം ചേർന്ന് മായികമായൊരു കാഴ്ചയൊരുക്കുന്നു. പ്രപഞ്ചത്തിലെ കോടാനുകോടി ഗ്രഹങ്ങൾ ഇത്തരത്തിൽ എന്തെല്ലാം വിസ്മയങ്ങളുടെ വേദിയായിരിക്കുമെന്നാണ് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായ ഭൂപ്രദേശം. അവിടെ സഞ്ചാരം തുടരുകയാണ്.